ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്താണ് കേട്ടോ. എറണാകുളത്ത് ആലുവയിലാണ്. ആലുവ ശിവക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണെന്ന് നമ്മൾ വീഡിയോയിൽ പകർത്താൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആലുവ ബ്രിഡ്ജിൽ കൂടെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ വളരെ രസമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടുന്ന്. ഇവിടെ ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ആലുവ ബ്രിഡ്ജിൽ കൂടെയുള്ള പെരിയാറിൻ്റെ തീരത്തൂടെ പെരിയാറിൻ്റെ ആ ഒരു വെള്ളം ഒഴുക്കൊക്കെ കാണുന്നതിന് വേണ്ടി വളരെ രസമായിട്ടുള്ളൊരു കാഴ്ചയാണ് അത്. ഞങ്ങളൊരു വന്നിരിക്കുന്ന ഒരു ഈവനിങ് സമയമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് നിങ്ങൾക്ക് വീഡിയോ പിടിച്ച് കാണിച്ചു തരാം. അതിനോടൊപ്പം ഇത് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ പിടിച്ച് കാണിച്ചു തരാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആലുവ ക്ഷേത്രത്തെക്കുറിച്ച്, ശിവക്ഷേത്രത്തെക്കുറിച്ചുള്ള കുറച്ച് ഐതിഹ്യങ്ങളും വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് ദൂരെ നോക്കിയാൽ ട്രെയിൻ പോകുന്ന ഒരു കാഴ്ച, മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാം. അപ്പോൾ ഇപ്പോൾ ട്രെയിൻ വരുന്നില്ല. അപ്പോൾ ട്രെയിൻ വരുമ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ എടുത്തിട്ട് കാണിക്കാം. എന്ത് ശാന്തസുന്ദരമായിട്ടാണ് നമ്മുടെ പെരിയാർ ഇങ്ങനെ ഒഴുകുന്നത്. കണ്ടു നിൽക്കാൻ തന്നെ പ്രത്യേക രസമാണ്. അങ്ങനെ ട്രെയിൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഭംഗിയുള്ള ഒരു ട്രെയിൻ പോകുന്ന ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ എന്ത് രസമല്ലേ. നോക്കി നോക്ക്, നിങ്ങളെല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കണം. അപ്പോൾ ഒരു അടിപൊളിയാണ്. അപ്പോൾ ഒരു മഴയുള്ള സമയത്തല്ല വന്നിരിക്കുന്നത്. അപ്പോൾ മഴയൊക്കെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായി, പക്ഷേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇപ്പോഴാണ് അത് ഇടാൻ പറ്റിയത്. വളരെ രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് പേര് വരാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് സമയത്താണ് കൂടുതലും ആളുകൾ ഇവിടുത്തെ ആ കാഴ്ചകളൊക്കെ കാണുന്നതിന് വേണ്ടി ആളുകൾ വന്നുകൊണ്ടിരിക്കണുള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. കുറേ പേര് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. വളരെ രസമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോവാം. ഇപ്പോൾ ആലുവ മണപ്പുറത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. മഴക്കാലങ്ങളിൽ ഇപ്പം നല്ല മഴ പെയ്യണ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളമായിരിക്കും. അപ്പോൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് ആലുവ ശിവരാത്രി. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുംഭമാസത്തിലെ ശിവരാത്രി നാളിൽ വളരെയധികം ആഘോഷമുള്ള ഒരു ക്ഷേത്രമാണ്. അതായത് ത്രേതായുഗത്തിൽ പശിശ്രേഷ്ഠനായ ജടായുവിൻ്റെ അന്ത്യകർമ്മങ്ങൾ ശ്രീരാമൻ ഇവിടെ വെച്ചാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പിതൃക്കന്മാർക്ക് എല്ലാവിധ ബലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം മോക്ഷം കിട്ടും എന്ന്. അതായത് പരശുരാമൻ നിർമ്മിച്ച 108 ശിവാലയങ്ങളിലൊന്നായിട്ടുള്ള ഒരു ക്ഷേത്രമാണെന്നാണ് ഐതിഹ്യം പറയുന്നത്. ഇവിടെ വന്നിട്ട് ഒരുപാട് പേര്, അതായത് ശിവരാത്രി നാളിലും അതല്ലെങ്കിൽ കർക്കിടക വാവ് സമയങ്ങളിലൊക്കെ ഒരുപാട് പേര് വന്നിട്ട് ബലി തർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശിവരാത്രി നാളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ശിവരാത്രി ആഘോഷിക്കുന്നതിന് വേണ്ടി വരുന്നത്. പ്രകൃതിയുടെ സവിശേഷത കൊണ്ട് സ്വയം ആറാട്ട് നടക്കുന്ന വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണ് ആലുവ മഹാദേവ ക്ഷേത്രം. മഴക്കാലങ്ങളിൽ പെരിയാർ നിറഞ്ഞൊഴുകുകയും ഇവിടെയൊക്കെ വെള്ളക്കെട്ടാവുകയും ചെയ്യും. അങ്ങനെ വിഗ്രഹം മൂടുകയും അങ്ങനെ സ്വയം ആറാട്ട് നടക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത്. മഹാശിവരാത്രിക്ക് പുറമെ ധനുമാസത്തിലെ തിരുവാതിരയും വളരെയധികം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ.
അപ്പോൾ സമയം ഏകദേശം ഇരുട്ടാവാറായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അമ്പലത്തിൽ വന്ന് തൊഴുകാനും അതുപോലെ തന്നെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാനും വിശ്രമിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇവിടുത്തെ വിഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ സ്വയംഭൂ ആട്ടോ. അപ്പോൾ രാത്രിയാവും തോറും ശരിക്കും പറഞ്ഞാൽ ഇവിടെ വിളക്കൊക്കെ തെളിഞ്ഞ് കാണാൻ തന്നെ നല്ല രസമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മഴക്കാലങ്ങളിൽ, അതായത് മഴ പെയ്ത് നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്തുള്ള കാഴ്ചകളും അതുപോലെ തന്നെ അല്ലാത്ത സമയത്തുള്ള കാഴ്ചകളും ശരിക്കും നല്ല ഒരു രണ്ടും വേറിട്ടൊരു അനുഭവമാണ്. ശരിക്കും ശിവരാത്രി നാളിലൊക്കെ ഇവിടെ ഒരുപാട് ജനങ്ങളായി, ലക്ഷക്കണക്കിന് ജനങ്ങളായിരിക്കും ഇവിടെ തൊഴുകാനും അതുപോലെ തന്നെ പിറ്റേ ദിവസം ബലി തർപ്പിക്കാനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. ശരിക്കും പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതിലൊരു മനോഹര ക്ഷേത്രമാണ് നമുക്ക് ആലുവ മഹാദേവ ക്ഷേത്രം. അപ്പോൾ ആലുവ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി.